യഥാർത്ഥത്തിൽ ഒരു ഭാര്യയുടെ ആവശ്യം ഒരു ഭർത്താവിനും, ഒരു ഭർത്താവിൻ്റെ ആവശ്യം ഒരു ഭാര്യയ്ക്കും. എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം? സാധാരണ ചില ആളുകളൊക്കെ അവരുടെ നന്മയുടെ ചിന്തയായിരിക്കാം ഒരു കുടുംബം ഇത്രയേറെ ഖുർആൻ വിശാലമായി പറയേണ്ട ഒരു കാര്യമുണ്ടോ എന്നൊരു ചിന്തയുണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു കുടുംബം സമൂഹത്തിൽ രൂപീകരിക്കപ്പെടുക എന്നതിൻ്റെ ഏറ്റവും വിശാലമായ അർത്ഥം എന്താണ്? നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. നാം താമസിക്കുന്ന നമ്മുടെ ജില്ലയായ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയുടെ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗത്ത് നാം പലപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന, കാണാൻ പോയി എത്തുന്ന കാഴ്ച ബംഗ്ലാവിനപ്പുറമുള്ള മ്യൂസിയത്തിൻ്റെ വടക്കേ വാതിലിൽ ഒരു വലിയ ജീവിയുടെ പ്രതിമ പണിതു വച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ മുമ്പിലുള്ള റോഡിലൂടെ പോയാലും കാണാം, അതിൻ്റെ ഇടഭാഗത്ത് ഗേറ്റിന്റെ കയറിപ്പോകുന്ന ഗേറ്റിന്റെ വലതുഭാഗത്തായി ഒരു വലിയ ജീവിയുടെ രൂപം പണിത് സിമന്റിൽ തീർത്തു വെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാചീന കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന, ആ കാലഘട്ടത്തിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ദിനോസർ എന്ന് പറയുന്ന ഒരു ജീവിയുടെ പ്രതിമയാണ് മ്യൂസിയത്തിന്റെ കവാടത്തിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളെ പോലെ, കടുവകളെ പോലെ, പുലികളെ പോലെ, ഈ ഭൂമിയിലുണ്ടായിരുന്ന സർവ്വ ജീവജാലങ്ങളെ പോലെ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാനയെ പോലും പിടിച്ചു തിന്നാൻ കഴിയുമായിരുന്ന, പലപ്പോഴും സ്തോഭജനകമായ അഭ്രപാളികളിലൂടെ, കാഴ്ചകളിലൂടെ നാം കണ്ടുപരിചയിച്ച, ലോകത്ത് കടന്നുപോയ, എന്നാൽ ഇന്ന് ഈ ഭൂമി ലോകത്ത് ഒരെണ്ണത്തെ പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വംശനാശം സംഭവിച്ചു പോയ ലോകത്തിലെ ഒരു വലിയ ജീവിയാണ് ദിനോസർ. ആ ദിനോസർ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ ഏക തെളിവ് ആ കാലഘട്ടത്തിലെ ആളുകൾ എഴുതി വച്ച നരവംശ ശാസ്ത്രജ്ഞരുടെ പഠനങ്ങളും നാം പഠിക്കുന്ന ചരിത്രങ്ങളുമൊക്കെയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ആനയേക്കാൾ 7 ആനയുടെ വലിപ്പമുള്ള ഒരു ജീവി ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാൻ, അങ്ങനെ ഒരു ജീവി ഈ ഭൂലോകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ, പിൽക്കാലത്ത് വരുന്ന മനുഷ്യർക്ക് അത് അറിയാൻ വേണ്ടി അതിന്റെ പ്രതിമ മ്യൂസിയത്തിന്റെ കവാടത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ മനുഷ്യനേക്കാൾ ഏറെ വലിപ്പമുണ്ടായിരുന്ന, ഈ മനുഷ്യനെ പോലും ഒരു നിമിഷം കൊണ്ട് വിഴുങ്ങാൻ കഴിയുമായിരുന്ന ദിനോസർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജീവികൾ, ആ ജീവികളൊക്കെ ഈ ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയി വംശനാശം സംഭവിക്കാനുള്ള കാരണമെന്താ? ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പത്രമെടുത്താൽ ആ പത്രത്തിൽ കാണാം അപൂർവ ഇനത്തിൽപ്പെട്ട ചില ചിത്രശലഭങ്ങളെ കണ്ടെത്തി. അവയെല്ലാം ഈ ലോകത്ത് നിന്ന് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില മൂങ്ങകളെ, വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു മൂങ്ങയുണ്ട്, അതിനെ പിടിക്കലും കൊല്ലലും ഹറാമാണ് എന്ന് വനം ജീവി വകുപ്പ് ഫത്വ ഇറക്കിയിരിക്കുകയാ. കാരണം അതെല്ലാം അപൂർവമായ വർഗത്തിൽപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പ്ലാവിലോ മാവിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തെ ചെടിയിലോ അപൂർവമായ വർഗത്തിൽപ്പെട്ട ഒരു വന്യജീവിയോ ഒരു ചിത്രശലഭമോ കടന്നു വന്നാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ലോകത്തിൽ ഈ മനുഷ്യനേക്കാൾ വലിയ ധാരാളം ജീവജാലങ്ങൾ ഉണ്ടായിട്ട് അവയൊക്കെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ഒന്നുപോലും എടുക്കാനില്ലാതെ അവയെല്ലാം നഷ്ടപ്പെട്ടു പോയി അപൂർവമായ വർഗത്തിൽ പെട്ടുപോകാനുള്ള കാരണം എന്താ? ഒരേ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ആ ജീവിവർഗങ്ങൾ. പക്ഷെ ഇന്നേ വരെ മനുഷ്യൻ എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ആദ്യ തുടക്കം മുതലുണ്ടായിരുന്ന മനുഷ്യൻ എന്ന വർഗം, ആ വർഗത്തിന് ഇതേവരെ വംശനാശം സംഭവിച്ചിട്ടില്ല. കാരണം എന്താ? കാരണം ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ലോകത്ത് മനുഷ്യനല്ലാത്ത മറ്റൊരു ജീവജാലങ്ങളുടെയും ഇടയിൽ വ്യവസ്ഥാപിതമായ കല്യാണമോ വ്യവസ്ഥാപിതമായ ഭോഗനമാർഗമോ ലോകത്തിലെ ഒരു ജീവികളുടെയും ഇടയിൽ അവർ കൃത്യമായി വിവാഹം കഴിച്ചിരിക്കണം, കൃത്യമായി ഇണകൂടിയിരിക്കണം, അവരുടെ പ്രത്യുൽപാദനം ഉണ്ടായിരിക്കണമെന്ന ഒരു നിയതമായ നിയമമില്ലാത്തത് കൊണ്ട് തന്നെ അവയിലൂടെ പ്രത്യുൽപാദനത്തിലൂടെ വർഗങ്ങൾ ലോകത്ത് നിലനിൽക്കാതെ അവ മുഴുവനും ലോകത്ത്
നിന്ന് അപ്രത്യക്ഷമായി പോകുമ്പോ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഉന്നതനായ സിദ്ധിയായ മനുഷ്യന് മാത്രമാ അവൻ കൃത്യമായി കഴിയുമ്പോൾ അവൻ വിവാഹം കഴിച്ചിരിക്കണം. അവനോടുകൂടെ മനുഷ്യലോകത്തിന്റെ തലമുറ ഈ ലോകത്ത് നിലനിൽക്കണമെന്ന് പറയുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയിലൂടെ കാണിച്ചു നൽകിയ നിക്കാഹ് എന്ന് പറയുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു കർമ്മമുള്ളത് കൊണ്ടാണ് ഇന്നും മനുഷ്യന്റെ തലമുറ ഈ ഭൂലോകത്ത് വംശനാശം സംഭവിക്കാതെ നിലനിൽക്കുന്നത്. എന്തേ പറവകളെ ഒന്നും കാണാത്തത്, ചിത്രശലഭങ്ങളെയൊക്കെ കാണാത്തത് എന്താ? കാരണം ഒരു ചിത്രശലഭങ്ങൾക്ക് നിർബന്ധമില്ല ലോകത്തിലെ മനുഷ്യനല്ലാത്ത വേറെ ഒരു ജീവജാലങ്ങൾക്കും വിവാഹം ക്രമമായ പദ്ധതിയായി നടക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മനുഷ്യനല്ലാത്ത വേറൊരു ജീവി കല്യാണം ആലോചിക്കുന്നതും പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതും അത് വ്യവസ്ഥാതമായിട്ട് രേഖപ്പെടുത്തുന്നതും പിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതും? ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിക്കാഹിന്റെ ഒരു രൂപം മനുഷ്യനില്ലാതെ വേറെ ജീവജാലങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല, ഇല്ല. ഈ പവിത്രമായ നിക്കാഹിനെ, കുടുംബ ബന്ധം എന്നതിനെ അള്ളാഹു കൃത്യമായി വെച്ചത് കൊണ്ടാണ് അള്ളാഹു വിവാഹം എന്നതിന്റെ വെച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താ? അള്ളാഹു മനുഷ്യൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യമെന്താ? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക, اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ഓ ജനങ്ങളെ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹു ആരെന്നറിയുമോ? അവൻ ആരെന്നറിയുമോ? ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ജന്മം നൽകിയതാ. മാത്രമോ വഖലഖ മിൻഹാ സൗജഹാ വഖലഖ മിൻഹാ സൗജഹാ. അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നതെന്തിനാ? ഒരു കാലഘട്ടം എത്തുമ്പോൾ അല്ലാഹു നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ശഠിച്ചതെന്തിനാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിന് ബ്രഹ്മചര്യമില്ല. ഒരാൾ വിവാഹം കഴിക്കാൻ പാകമെത്തിക്കഴിഞ്ഞാൽ, ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്ന പാകമെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നവൻ വിവാഹം കഴിച്ചിരിക്കണം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? എന്തിനാ? പ്രായമായ ആളൊരു വിവാഹത്തിലൂടെ ഒരു ഇണയെ തന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത് എന്തിനാ? അല്ലാഹു പറയുകയാണ്, മനുഷ്യവർഗം ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നറിയാൻ, നാളെ മ്യൂസിയത്തിന്റെ കവാടത്തിൽ മനുഷ്യന്റെ പ്രതിമ സ്ഥാപിക്കാതിരിക്കാൻ, മനുഷ്യന് വംശനാശം സംഭവിച്ചു പോകാതിരിക്കാൻ, ആ വിഭാഗത്തിലൂടെ ഈ ലോകം മുഴുവനും പരക്കട്ടെ. റിജാലൻ കസീറ, ധാരാളം പുരുഷന്മാരും ധാരാളം സ്ത്രീകളും ഉണ്ടാകുന്ന ഒരു തലമുറ. ലോകാവസാനം വരെ മനുഷ്യൻ ഇവിടെ നിലനിൽക്കാൻ കാരണം എന്റെ സഹോദരങ്ങളെ, മനുഷ്യനെ അല്ലാഹു നിക്കാഹ് പറയാൻ പറഞ്ഞതണ്ട. മനുഷ്യനൊരിക്കലും പക്ഷികളെ പോലെയല്ല, മനുഷ്യനും പറവകളെ പോലെയല്ല. ധാരാളം ആളുകൾ ചോദിക്കാനുണ്ട്, ഒരു ജീവിതത്തിന്റെ രഹസ്യമായ ജീവിതത്തിലും മതത്തിന്റെ ഇടപെടലുകൾ എന്തിനാ? എന്തിനാ മതം ഇതിൽ ഇടപെടുന്നത്? എന്തിനാ? ഒരു പെണ്ണും അവളുടെ ഭർത്താവ് കിടപ്പുമുറിയിൽ കയറി വാതിലടച്ചാൽ എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത്? എന്തിനാ? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഭോഗിച്ചുകൂടെ? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിഞ്ഞുകൂടെ? എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, ജീവികളുടെ സ്വഭാവമാണ്. കാണുന്നിടത്ത് വെച്ച് ബോധിക്കുക, ഇഷ്ടമുള്ളവരുമായി പിണചേരുക. അത് ഭാര്യയൊന്നുമില്ല, അന്യതന്നില്ല, ഒന്നുമില്ലാത്ത വേർതിരിവുള്ളത് മൃഗങ്ങൾക്കാണ്, ജന്തുക്കൾക്കാണ്. വേർതിരിവുള്ളത് മനുഷ്യര് മാത്രമാണ്. പല ആളുകളും പറയാറുണ്ട്, രഹസ്യ ജീവിതത്തിൽ മതത്തിന്റെ സാന്നിധ്യം എന്തിനാ? ഒരു വിഭാഗം ആളുകൾ, പല ആളുകളും വിവാഹം കഴിക്കൽ പോലും അനുവദനീയമാക്കിയിട്ടില്ല.
ചില ആളുകൾക്ക് വിവാഹം പോലും നിഷിദ്ധമാ. പക്ഷേ എന്റെ ചെറുപ്പക്കാരോട് ഞാനൊന്ന് പറയട്ടെ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ചില ആളുകൾ ഒരു പടി കൂടി പറഞ്ഞിട്ട് യുവസമൂഹത്തോട് പറഞ്ഞതെന്താ? എന്തിനാ നിങ്ങൾ വിവാഹം എടുക്കുന്നത്? എന്തിനാ ഒരു പെണ്ണിനെ പിടിച്ച് തലയിൽ വെച്ചിട്ട് കുടുംബവാരെ ചുമലിലേറ്റുന്നത്? എന്തിനാ ലോകത്തുള്ള ഇസങ്ങൾ പറഞ്ഞതെന്താ? പുരോഗമനത്തിന്റെ പടിവാതിലോട്ട് കടന്നു തന്നവര് വരാനിരിക്കുന്ന യുവസമൂഹത്തിനോട് പറഞ്ഞതെന്താ? പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ല. പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ല. പാറി നടക്കുന്ന പറവകൾ കല്യാണം കഴിക്കാറില്ലല്ലോ. പിന്നെന്തിനാ മനുഷ്യ നീ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ച ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ ചുണ്ടിൽ തട്ടിക്കളിച്ച ഒരു പാട്ടിന്റെ ഈരടിയല്ലയോ ഇത്? ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം. 100cc ബൈക്കും അതിലൊരു പൂജാവട്ടും വേണം. ലോകത്തിന്റെ ഏറ്റവും വലിയ ആവിഷ്കാരം പറഞ്ഞതെന്താ? ബാഗിയും ജീൻസും ഷൂസും അണിഞ്ഞിട്ട് ചീറിപ്പായുന്നതിന്റെ ബൈക്കിന്റെ പുറകുഭാഗത്ത് പൂജാവട്ടിനെ ഇരുത്തിയിട്ട് ആരാ പൂജാവട്ടം എന്നറിയുമോ? ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ ബന്ധമില്ലാതെ ബോംബെ നഗരത്തിലൂടെ ആവാസത്തിന്റെ കവാത്ത് നടത്തിയ പൂജാവട്ടം എന്ന് പറയുന്ന ശപിക്കപ്പെട്ട പരിഷ്കാരത്തിന്റെ പെണ്ണിനെ റോഡോടാക്കിയിട്ട് യുവസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരാ. എന്തിനാ യുവാക്കളെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? എന്തിനാ? എന്തിനാ ഒരു പെണ്ണിനെ മാത്രം ജീവിതത്തിൽ പങ്കാളിയാക്കുന്നത്? എന്തിനാ? നിനക്ക് എല്ലായിടത്തും പാറി നടക്കാമല്ലോ. പറവകൾ പാറി നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു പൂവ് മാത്രമല്ല, ഒരു പൂവിന്റെ തേൻ നുകർന്നു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന മനോഹരമായ അതിനേക്കാളേറെ സുന്ദരമായ പൂവിലേക്ക് മുല്ലപ്പൂവിന്റെ പൂ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ റോസാപ്പൂവിലേക്ക്, അവിടെ നിന്ന് പരിണീർ പൂവിലേക്ക്, അവിടെ നിന്ന് മാധവത്തിലേക്ക് നിന്റെ മനസ്സിന് നിറം നൽകുന്ന ഏതൊക്കെയുണ്ടോ അതിലെ പൂവുകളിലൂടെ പാറി പാറി നടക്കുന്ന പറവകൾ തേൻ കൊടുക്കുന്നത് പോലെ ഒരു പെണ്ണ് വേണ്ട. അവരുടെ കിടപ്പറവം കിട്ടാൻ അതിനേക്കാൾ സുന്ദരിയുടെ അടുത്തിലേക്ക് പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. പാറി പാറി നടക്കുന്ന പക്ഷികൾ വേളി കഴിക്കാറില്ലല്ലോ. അവിട്ടം പോലെ മധു നുകരുകയല്ലേ? അതുകൊണ്ട് നിനക്കും മധു നുകർന്ന് നടക്കാമല്ലോ. ഒരു പെണ്ണിനെ കൊണ്ട് കുട്ടിയടയുന്നത് എന്തിനാ? ജീവിതത്തിന്റെ മേച്ചിൽ പുറങ്ങളിലെ കണ്ടതിലെല്ലാം നിറങ്ങാമല്ലോ എന്ന് കൊടുക്കുമ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് കേൾക്കുക. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ടാകാം. എന്തിനാ 4 ദിവസം കൊണ്ട് ഖുർആനിലെ കുടുംബം എന്ന വിഷയം പറയുന്നത്? എന്തിനാ? നിക്കാഹിനെ കുറിച്ച് പറയുന്നത് എന്തിനാ? ഭാര്യയെ കുറിച്ച് പറയുന്നത് എന്തിനാ? ഭർത്താവിനെ കുറിച്ച് പറയുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? മനുഷ്യൻ പറവയെ പോലെയല്ലല്ലോ, മനുഷ്യൻ കാക്കയെ പോലെയല്ലല്ലോ, മനുഷ്യൻ കോഴിയെ പോലെയല്ലല്ലോ. കാണുന്നിടത്ത് വെച്ച് കാമവികാരങ്ങളും മറ്റും നിന്റെ മനസ്സിലോട്ട് വലിച്ചെടുത്തുന്ന സാക്ഷാൽ കോഴിയെ പോലെയല്ലല്ലോ മനുഷ്യന്. അല്ലാഹു പറഞ്ഞതെന്താ? വലഖദ് കറംനാ ബനീ ആദം. ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ. ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ല പറവകളെ ബഹുമാനിച്ചെന്ന്. അല്ലാഹു പറഞ്ഞില്ല പക്ഷികളെ ബഹുമാനിച്ചെന്ന്. അല്ലാഹു പറഞ്ഞില്ല മനുഷ്യനല്ലാത്ത ഏതാണ്ട് 5,99,999,999 പരം വരുന്ന ജീവജാലങ്ങളുണ്ട്. അവയൊന്നും അല്ലാഹു ബഹുമാനിച്ചിട്ടില്ല. അല്ലാഹു ബഹുമാനിച്ച ഒരേ ഒരു സിദ്ധിയാരാ? അല്ലാഹു ബഹുമാനിച്ച ഒരേ ഒരു സിദ്ധിയാരാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? വലഖദ് കറംനാ ബനീ ആദം. ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ.